ഖാൽ. ഖാൽ ഖാൽ എന്ന് പറഞ്ഞാൽ അമ്മാവൻ. ഖാൽ അമ്മാവൻ. ഉമ്മയുടെ സഹോദരൻ അല്ലെ അമ്മയുടെ സഹോദരൻ. അതിന് അറബിൽ പറയുന്നത് ഖാൽ. അമ്മയുടെ സഹോദരൻ എന്ന് പറയുന്നതാണ് ഖാൽ. ഖാൽ അമ്മയുടെ സഹോദരൻ. അമ്മാവൻ. അമ്മാവന് പറയുന്നതാണ് ഖാൽ. ഇനി ഹം. ഹ ആണ്, തൊണ്ടയ്ക്കൂടെ കാറ്റ് പറയണം. ഹം. ഹ ഹ ഹം. ഹമ്മുൻ. ഇപ്പം ഖാലുൻ ആണ്, ഫുൾ സ്റ്റോപ്പ് ആയതുകൊണ്ട് ഖാൽ നിർത്തിയതാണ്. ഹമ്മുൻ. ഹം. ഭാര്യ പിതാവ്. ഭാര്യയുടെ പിതാവിന് പറയുന്ന, ഭാര്യയുടെ അച്ഛന് അല്ലെ ഭാര്യയുടെ വാപ്പായ്ക്ക് പറയുന്നതാണ് ഹമ്മ്. ഹമ്മുൻ. ഹമ്മ്. ഹമ്മുൻ. ഹമ്മ്. ഹം. ഹമ്മ് ഭാര്യ പിതാവ്. ഹമ്മ് ഭാര്യ പിതാവ്. അഹുൻ അല്ലെ ഫുൾ സ്റ്റോപ്പിൽ നിർത്തുമ്പം അഹ്. അഹ് സഹോദരൻ. അഹ് സഹോദരൻ. അഹ് എന്ന് പറഞ്ഞാൽ സഹോദരൻ. ഉഹ്ത്ത്. ഉഹ്ത്ത്. ഉഹ്ത്ത് സഹോദരി. അഹ് സഹോദരൻ. ഉഹ്ത്ത് സഹോദരി. അഹുൻ സഹോദരൻ. ഉഹ്ത്ത് സഹോദരി. ത്വിഫ്ല്. ത്വിഫ്ല്. ഇവിടെ ത്വിഫ്ലുൻ ആണ്. ത്വിഫ്ല് സുക്കൂൻ കൊടുത്ത് നിർത്തും. ഫുൾ സ്റ്റോപ്പ് ആകുമ്പോൾ ത്വിഫ്ൽ എന്ന് പറയും. ത്വിഫ്ലുൻ ആണ് ത്വിഫ്ല്. കുട്ടി. കുട്ടിക്ക് പറയാനാണ് ത്വിഫ്ല്. ത്വയ് വെറും തീ നല്ല ത്വയ് വാ നിറച്ച് ഫുൾ വോളിയം, ഫുൾ ശബ്ദം കയറ്റി പറയണം. ത്വയ് വെറും തീ നല്ല പറയാണ്ട് ത്വിഫ്ല് കുട്ടി. ത്വിഫ്ല് കുട്ടി. ത്വിഫ്ല് കുട്ടി. ഖാലത്ത്. ഖാലത്ത് എന്ന് പറഞ്ഞാൽ മാതൃ സഹോദരി. ഖാലത്ത് മാതൃ സഹോദരി. ഖാലത്ത് മാതൃ സഹോദരി. ഉമ്മയുടെ ജ്യേഷ്ഠത്തി അനിയത്തിമാർക്കാണ് ഖാലത്ത് എന്ന് പറയുന്നത്. അമ്മയുടെ ജ്യേഷ്ഠത്തി അനുജത്തിമാർക്കാണ് ഖാലത്ത് എന്ന് പറയുന്നത്. ഖാലത്ത് മാതൃ സഹോദരി. ഖാലത്ത് മാതൃ സഹോദരി. ഇനി അടുത്തത് അമ്മ്. അമ്മുന്നാണ്. അമ്മ്. അമ്മ് പിതൃ സഹോദരൻ. അമ്മ്. അമ്മ് പിതൃ സഹോദരൻ. അമ്മ് പിതൃ സഹോദരൻ. നമ്മുടെ പിതാവിൻ്റെ സഹോദരന് പറയുന്നതാണ് അമ്മ്. അതായത് കൊച്ചാപ്പ മൂത്താപ്പമാർക്ക് പറയുന്നതാണ് അമ്മ്. പിതൃ സഹോദരൻ. അമ്മ്. അമ്മത്ത് പിതൃ സഹോദരി. നമ്മൾ അപ്പച്ചി എന്നൊക്കെ പറയും. അമ്മത്ത്. അമ്മത്ത് പിതൃ സഹോദരി. അമ്മത്ത് പിതൃ സഹോദരി. അമ്മ് പിതൃ സഹോദരൻ. അമ്മത്ത് പിതൃ സഹോദരി. അടുത്തത് അദീൽ. അദീൽ ഭാര്യ സഹോദരൻ. അദീൽ എന്ന് പറഞ്ഞാൽ അതിനാണ് വെറും ആന്ന് പറയരുത്. അദീൽ ഭാര്യ സഹോദരന് പറയുന്നതാണ്. ഭാര്യയുടെ സഹോദരന് പറയുന്നതാണ് അറബിൽ പറയുന്നത് അദീൽ. അദീൽ ഭാര്യ സഹോദരൻ. അദീൽ ഭാര്യ സഹോദരൻ. ഒരു പ്രാവശ്യം കൂടെ വായിച്ചു തരാം. ഖാൽ. ഖാൽ. ഖാലുൻ ഫുൾ സ്റ്റോപ്പിൽ നിർത്തുമ്പം ഖാൽ അമ്മാവൻ. എന്താ പറഞ്ഞാൽ ഉമ്മയുടെ സഹോദരൻ. മാമ എന്നൊക്കെ പറയും നമ്മൾ. മാമ ഉമ്മയുടെ സഹോദരനാണ് ഖാൽ എന്ന് പറയുന്നത്. അമ്മാവൻ. ഖാൽ
അമ്മാവൻ, ഖാൽ അമ്മാവൻ. ഹമ്മ് ഹമ്മ് ഭാര്യ പിതാവ്, ഭാര്യയുടെ പിതാവിന്, ഭാര്യയുടെ അച്ഛന് പറയുന്നതാണ് ഹമ്മ്. ഹമ്മ് ഹമ്മ് ഭാര്യ പിതാവ്. അഹുൻ ഫുൾ സ്റ്റോപ്പിൽ നിർത്തുമ്പം അഹ് 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 എന്ന് പറഞ്ഞാൽ സഹോദരൻ, സഹോദരൻ. അഹ് സഹോദരൻ, അഹ് സഹോദരൻ. ഉഖ്ത്ത് ഉഖ്ത്ത് സഹോദരി, ഉഖ്ത്ത് സഹോദരി, ഉഖ്ത്ത് സഹോദരി. അടുത്തത് ത്വിഫ്ല്, വെറും തീ എന്നല്ല, തുയ് 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 ത്വ വാ നിറച്ച ശബ്ദം കയറ്റി ഫുൾ ശബ്ദത്തിൽ പറയണം. ത്വിഫ്ല് ത്വിഫ്ലുൻ ആണ് ഫുൾ സ്റ്റോപ്പിൽ നിർത്തുമ്പോൾ നാം പറയുന്നത്. അറബിൽ അങ്ങനാണ്. അറബിൽ അകാരം ഇകാരം ഉകാരം ചിഹ്നം ഒക്കെ ഉള്ളിടത്ത് ഫുൾ സ്റ്റോപ്പ് സുക്കൂൻ ചെയ്ത്, അതായത് ഫുൾ സ്റ്റോപ്പിൽ വഖഫ് ചെയ്യുമ്പോൾ സുക്കൂനിലാണ് നിർത്തുന്നത്. ത്വിഫ്ലുൻ ത്വിഫ്ല് കുട്ടി, ത്വിഫ്ല് കുട്ടി. ചിൽഡ്രൻ, നമ്മൾ ചിൽഡ്രൻ എന്ന് പറയും കുട്ടിക്ക്. കുട്ടിക്ക് പറയുന്നതാണ് ത്വിഫ്ല് ത്വിഫ്ല് ത്വിഫ്ല്. ഖാലത്ത് ഖാലത്ത് മാതൃ സഹോദരി, ഖാലത്ത് മാതൃ സഹോദരി, ഖാലത്ത് മാതൃ സഹോദരി. ഉമ്മയുടെ ജ്യേഷ്ഠത്തി അനുജത്തിമാർക്കാണ് ഖാലത്തെന്ന് പറയുന്നത്. അമ്മയുടെ ജ്യേഷ്ഠത്തി അനുജത്തിമാർക്കാണ് ഖാലത്തെന്ന് അറബി പറയുന്നത്. ഖാലത്ത് മാതൃ സഹോദരി. അമ്മ് അമ്മ് അമ്മുന്നാണ്, അമ്മ് ഫുൾ സ്റ്റോപ്പിൽ നിർത്തുന്നുണ്ട്. അമ്മ്. പിതൃ സഹോദരൻ, പിതൃ സഹോദരൻ. വാപ്പയുടെ സഹോദരന് പറയുന്നതാണ് അമ്മ്. വാപ്പയുടെ അച്ഛൻ്റെ സഹോദരന് പറയുന്നതാണ് അമ്മ്. അമ്മ് പിതൃ സഹോദരൻ. അമ്മത്ത് അമ്മത്ത് പിതൃ സഹോദരി. വാപ്പയുടെ ഉപ്പയുടെ സഹോദരിക്ക് പറയുന്നതാണ് അമ്മത്ത്. അമ്മത്ത് 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 പിതൃ സഹോദരി. അമ്മത്ത് പിതൃ സഹോദരി. അദീൽ അദീൽ ഭാര്യ സഹോദരൻ. ഭാര്യയുടെ സഹോദരൻ പറയുന്നതാണ് അദീൽ. അദീൽ